ഹായ് ഓൾ, ഇറ്റ്സ് ലാസ്റ്റ് ഫ്രൈഡേ മോർണിംഗ്. ഫ്രൈഡേ ആണ് ഈ വീഡിയോ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിലും ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 3-4 ദിവസം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഡെയിലി എനിക്കിതുപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും അല്ലേ നാട്ടിൽ ചെല്ലുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആ വീട്ടിലേക്കും ഈ വീട്ടിലേക്കൊക്കെ ആയിട്ട് ഓട്ടങ്ങളും ഓരോ കാര്യങ്ങളായിട്ട് തിരക്കുകളായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനും പറ്റിയെന്ന് വരില്ല കേട്ടോ. പിന്നെ ഇവിടെ ആയി കഴിയുമ്പോൾ ഫുള്ള് ഫ്രീ ആണല്ലോ, വേറെ അങ്ങനെ ടെൻഷൻസോ പരിപാടികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആവശ്യത്തിലധികം സമയം കിട്ടാറുണ്ട്. ഓൾറെഡി ട്യൂസ്ഡേ പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി കുറച്ച് പ്ലാനിങ്ങിൽ വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാറ്റർഡേ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട് ഇന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പവും അതുപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം തന്നെ മാവ് ഇനി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പുളിച്ചു പോകും. അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി വീട്ടിൽ പോകുന്നത് കൊണ്ട് ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. കുക്കിംഗ് ഉണ്ട്, അതുപോലെ പാക്കിംഗ് ഉണ്ട്. എല്ലാം ചെയ്ത് വെച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി ഞാൻ ദേവുട്ടനെ വെച്ചിട്ട് പാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആളൊട്ടും എന്നെ പാക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ദേവുട്ടൻ എവിടെയെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം എനിക്ക് പാക്കിംഗ് പരിപാടികളെല്ലാം തീർക്കാം. പോക്ക് ട്യൂസ്ഡേയിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിച്ചതൊക്കെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്യാനും കറി വയ്ക്കാനും ഉണ്ടായിരുന്നു. കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ചിനും അതെടുക്കാമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ എന്താണെങ്കിലും ആ ചിക്കൻ കേടായി പോകത്തേ ഉള്ളൂ. പിന്നെ ഇന്ന് വീട്ടിൽ പോകുന്ന സമയത്തേക്ക് കുറച്ച് കറികൾ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ ആൾക്ക് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിച്ചോളുമല്ലോ. അപ്പോൾ അങ്ങനൊരു പ്ലാനിങ് കൂടി ഇന്നുണ്ട്. അപ്പോൾ കുറച്ച് പയറിരുന്നതെടുത്ത് ഞാൻ അരിഞ്ഞ് മെഴുക്ക് പുരട്ടി വെക്കുന്നുണ്ട് ഉച്ചത്തേക്ക്. അത് കൂടാതെ ഞാൻ കുറച്ച് കട്ടക്കാളനും കൂടി സെറ്റാക്കുന്നുണ്ട്. ഒരു പാവയ്ക്ക വറ്റലിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ഇൻസ്റ്റയിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ കേടുകൂടാതെ 2-3 ദിവസം ഇരിക്കും. ഞങ്ങളെ അവിടെ കൊണ്ടുവിട്ട് ആൾ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് പോരും, തൃശ്ശൂർക്ക് വരും. എന്നിട്ട് ഓണത്തിൻ്റെ തലേ ദിവസമേ ഇനി തിരിച്ചു വരത്തുള്ളൂ. ഒരു 1 വീക്ക് പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ദേവുട്ടൻ്റെ തന്നെയായിരിക്കും 2 ബാഗ് നിറയെ ഉണ്ടാവുക. നമ്മൾ ഒന്നെങ്കിൽ ബസ്സിന് അല്ലെങ്കിൽ 2 വീലറിനാണ് നോർമലി പോവാറ്. നാട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും വണ്ടി ആവശ്യം വളരെയധികം ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എൻഡോർക്കിലാണ് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉച്ചത്തേക്കുള്ളതും ആൾക്കുള്ളതും ഒക്കെ ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെയും ദേവുട്ടൻ്റെയും ഫുഡ് കഴിക്കലും പ്ലേ ടൈമും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ദിവസം തീർത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികളുടെ അമ്മ പറയാറുണ്ട് ആൺകുട്ടികളാണ് ഭയങ്കര വികൃതിയെന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പെൺകുട്ടികളാണെന്നാണ് കേട്ടോ. ആൺകുട്ടികൾ ഒരു പ്രായമാകുമ്പോഴാണ് അവരുടെ കയ്യിലിരിപ്പ് പുറത്തെടുക്കുക. പക്ഷേ പെൺകുട്ടികൾ ആദ്യമേ തൊട്ട് കയ്യിലിരിപ്പ് മൊത്തം പുറത്തെടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. ഇത്രയും ദിവസം ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം മണ്ണിലേക്ക്